പ്രേമ നീ റെഡിയായി വന്നോ? നന്നായി. എന്ത് നന്നായി? ഞാനില്ല. വഴക്കും പിണക്കൊക്കെ കളഞ്ഞ് കേറി പോടാ. എന്റെ പട്ടി പോവും പട്ടി. പ്രേംകുമാറേ തല കളയും, പക്ഷെ അഭിമാനം വിട്ട് കളിക്കില്ല. ഞാൻ നീ നന്നാൻ വേണ്ടിട്ടല്ലേ. നന്നാവണത് ഇഷ്ടല്ലോ. പണ്ട് ഇയാളുടെ പെങ്ങക്ക് ഒരു കത്ത് കൊടുത്തതിന്റെ പേരില് എന്റെ അച്ഛനോട് പറഞ്ഞ എത്ര തല്ലു വിളിച്ചെന്നറിയോ? എന്റെ മുറപ്പെണ്ണ എന്നിട്ട് കോന്തിനുണ്ട് കടിച്ചു കൊടുത്തില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, നീ കേറിപ്പോടാ. ഇത്തിരി വേദന ഉണ്ടേ. ദാസപ്പേട്ടൻ അറിയാലോ, ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നാ ഞാൻ നോക്കണേ. തല്ലണെങ്കിൽ സ്വന്തം കണ്ട് തല്ലാലോ, കണ്ട ചെറ്റകൾ കൊണ്ട് തല്ലിക്കണോ? കാളേടാ. നിങ്ങൾ പോയേ. പ്രേമൻ ഒരു വാക്ക് പറഞ്ഞ വാക്കാ, ഇല്ല എന്ന് പറഞ്ഞ ഇല്ല. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില മനസ്സിലാവില്ലേ? അറിയട്ടെ പ്രേമന്റെ വില. പിന്നെ അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ അടുത്തൊന്ന് മാപ്പ് പറയാൻ പറ, അപ്പ ആലോചിക്കാം. ചന്ദ്രട്ടോ, പ്രേമം പുറത്തേക്കുണ്ട്, അവനോട് മാപ്പ് പറഞ്ഞാ വരാന്ന്. അതിനവന്റെ അച്ഛൻ വരും. നമ്മൾ ഇതിനപ്പുറവും കഴിഞ്ഞല്ലേ ദാസ വന്നിരിക്കുന്നത്. ബില്ലവിടെ? വെറുതെ ഒന്ന് വിളിച്ചാവും വരും. എന്തിന്? എനിക്കാരുടെ സഹായമൊന്നും വേണ്ട. 14 വയസ്സിൽ ഈ പൊള്ളാച്ചിയിൽ വന്ന ഒറ്റയ്ക്ക. പിന്നെ ഇപ്പഴെന്തിനാ ഇവന്റെയൊക്കെ കാല് പിടിക്കാൻ പോകുന്നത്? നാഗ്പൂർ വരെ പോണ്ടതല്ലേ? നാഗ്പൂർ ആഫ്രിക്കയിലൊന്നും അല്ലല്ലോ. ശരി, ഓട്ടെ. എന്ത് ചവിട്ട മച്ചാ, ഞാൻ താഴോണ്ട് ചത്തനെ. ഞാനിന്റെ മുകളിലുണ്ടായിരുന്നു. மச்சா ஏய் மச்சா நான் உன்னை தனியா விட மாட்டேன். என் மேல கோவமா இருக்கியா? കോവപ്പെടാത കണ്ണാ. നിനക്ക് എത്ര എന്റെ അറിവിലൊന്നേ ഉള്ളൂ. പിന്നെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മായിയോട് പോയി ചോദിക്കേ. അല്ല പിന്നെ അതെ, ഒരു കോംപ്രമൈസിന് തയ്യാറായപ്പോ ഇത്ര വലിയ കവരം വേണ്ടാ. കൂടുതൽ കമാൻഡ് ഞാനിപ്പോ ഇറങ്ങി പോവും. ഇറങ്ങിപ്പോടാ. സൂക്ഷിച്ച് സംസാരിക്കണം ഏട്ടാ. ഞാൻ പ്രേംകുമാർ മഹാമോശ. കുളിച്ച് തെറി ഞാൻ പറയും. പറയും, അവസാനം ഫീൽ ചെയ്യരുത്. ധൈര്യോടെ പറടാ. നീ പോടാ മുടി. മുടിയോ? മുടിന്ന് വെച്ചാ എന്താ? തമിഴില് മുടിക്കെന്താ പറയാ? അത് ശരിന്നോ? പറയടാ പുരുഷ ജനനേന്ദ്രിയമേ. പോടാ പോടാ. हे भगवान, रोज ऐसे हरामियों के पिल्लों को क्यों पैदा करते हो? साला सुअर। माफ करना भाई, गलती हो गया माफ कर। आई श्री चंद्रेटनाയിരുന്നു. मेरा कमरे का पास आएगा तो मार डालेगा साले. നമ്മുടെ കമരാന്ന് വിചാരിച്ച അവരുടെ കമരമ്മ പോയപ്പോ വാതിലിന്റെ മേളിൽ കൂടെ. കഴിവറ മോനെ, എന്റെ കണ്ണ് തെറ്റിയ നിന്നെ നാട്ടുകാർ തല്ലി കൊല്ലുമല്ലോ. നീ എങ്ങനെയാടാ എന്റെ അമ്മയുടെ മോനായത്? ഞാനിപ്പോ എന്താ ചെയ്തേ? വേലിമേ ഒരു സാരി കിടക്കണ കണ്ടാ മതി, പിന്നെ അവിടുന്ന് പോവില്ല. ശവം. നീ ജീവിതത്തിൽ നന്നാവൂ. എടാ അമ്മായിയുടെ മോനെ, ഞാനിതൊക്കെ തന്നെ കേക്കണം. ആ പോട്ടെ, വാ നമുക്കൊരു സ്ഥലം വരെ പോവാം. ഞാനില്ല, പോയിക്കോ. ആ കൊള്ളാം. നിന്നെ ഇവിടെ നിർത്തിപ്പോയ നാഗ്പൂർ നിന്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും. എനിക്ക് വയറിന് നല്ല സുഖമില്ല. നിനക്ക് അസുഖം വയറിനല്ല, നിന്റെ സൂക്കേടെന്താന്ന് എനിക്കറിയാം.
അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാ പോകുന്നത്. വാ. എന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കിയ സ്ഥലമാണ്. എന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോര പിടിച്ചതാണ്. ഒരു 100 പേരോ? 100 നരകത്തിൽ പോയാലുണ്ട് മലയാളി. रतन भाई, आज फिर मेरा हाथ अच्छा है। ऐसा है तो पार्टी मांगता है भाई। याद है क्या? हाँ मालूम है। आपकी किस्मत अच्छा है साहब जी। आज कितना मिला? थोड़ा सा 70,000। मैम साहब, नीचे एक मलयाली आया है, आपको पूछ रहा था। मलयाली? हाँ। नाचना नहीं। भाई ഇത് കേസാ? क्या? കേസാണോന്ന്? സരിക്ക് കേസ് ആയി? हिंदी में बोलो, हिंदी में। സരിക്ക് പൂച്ച है पूचा? पूछा? പൂച്ച म्याऊ म्याऊ। हाँ तुम पूछा? अबे हटो। मैम साहब है। आप कौन है जी? याद है क्या मैम साहब? ओ भैया चांदन साहब, आपको ऊपर आने के लिए किससे पूछने का जरूरत है? आओ जी आओ, ऊपर एकदम मस्त गेम चल रहा है। गोपाल जी इधर है क्या? गोपाल? गोपाल इधर नहीं है। किधर होगा वो? वो मुंबई गया है, 1 हफ्ते के बाद लौटेंगे। झूठ। मैं सच बोल रही हूँ। मुझसे तो गोपाल ने कहा है कि वो ठीक है मैम साहब। अरे गोपाल जी, कैसे हो? हिम्मत और मर्दान की जिसको है वो सामने आ जाओ। नमस्ते गोपाल जी, एक हाथ हमसे हो जाए। पहचाना नहीं मुझे? चंदन साहब। नहीं, चंदन अല്ല, चंद्रन, चंद्रहासन। हाँ चंद्रहासन। हम दिया, हम सबको भूल गए क्या? മറക്ക് മറന്ന നിന്നെ തേടി ഞാനിവിടെ വരൂ ഗോപാല. ചീട്ട് അവിടെ ഇരിക്കട്ടെ ഗോപാല. क्या है गोपाल? तू जा, मैं संभालूंगा। चंदन साहब, आप पत्ते खेलने के लिए इधर आए हैं या? ഒരു കൈ കളിക്കാൻ തന്നെയാണ് ഞാൻ വന്നത്, പക്ഷെ അത് ചീട്ടല്ല. मैं फिर से बोल रहा हूँ, इधर झगड़ा नहीं करना। गड़बड़ करेगा तो आराम से नहीं जाएगा। മലയാളത്തിൽ പറടാ. ഒരു പഞ്ചാബി പെണ്ണിന്റെ ആനക്കാരനായ മലയാളം മറക്കൂ. മര്യാദക്ക് സംസാരിക്കണം കേട്ടോ. ആ അങ്ങനെ പറ. പറവട്ടാണിക്കാരൻ ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാലക്കാരൻ ചന്ദ്രഹാസനോട് മാതൃഭാഷ പറ. വേണ്ട, തിണ്ണമെടുക്ക് കാട്ടാൻ നമ്മുടെ തിണ്ണയല്ല. പണ്ടെന്നോ ചീട്ട് കളിച്ച് തോറ്റിട്ട് അതിന്റെ പേരിൽ ഇവിടെ വന്ന് ഗുണ്ടായുസം കാണിച്ച ഇത് സ്ഥലം ഏതാന്നറിയാലോ? ജീവനോടെ പോയില്ല നീ. അറിയാലോ, നീ കള്ളക്കളി കളിച്ച് തോപ്പിക്കുകയും ചെയ്യും, ചതച്ചു കൊല്ലുകയും ചെയ്യും. കണ്ടോ, ഇതൊരു കുത്ത്, ഇവിടെ ഒരെണ്ണം, അങ്ങനെ 9 കുത്ത്. ഞാനാണോ കുത്തിയത്? നീയല്ല, നിന്റെ കൈ ഉണ്ടത്. പക്ഷെ ഞാനത് വിട്ടു. ഈശ്വരൻ തന്ന ശിക്ഷ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാക്കുണ്ട്,
കണ്ണീരുണ്ട്. അതിന്റെ ശിക്ഷ. ഇതിന്റെ പേരിൽ നിന്റെ ദേഹത്തെ ഞാൻ കൈവെക്കില്ല. പക്ഷെ അവനെ ഞാൻ വിടില്ല. ഗിരി എവിടെയുണ്ടെന്ന് എനിക്കറിയണം. എനിക്കറിയില്ല. ഞാനും അവനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവനും ചേർന്ന് ജീവിതം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയില്ലല്ലേ? ഏയ്, ജീവൻ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ ശവ. ഓക്കെ മകൻ സിംഗ് ചോട് ദോ. ഓക്കെ. ജീവനോടെ ഇവിടുന്ന് പോകുന്നെങ്കിൽ അത് ഗിരി എവിടെ നിറഞ്ഞിട്ടേ ഉള്ളൂ. छोड़ दो, तो गोली मार दूंगी. अगर कोई हिला तो मार चलूंगा साले को. नहीं, हिलना मत. പ്രേമ, സൂക്ഷിക്കണം. ജീവിതവും മരണവും എനിക്ക് ഒരുപോലെയാണ്. മരിക്കാനൊട്ടും പേടിയില്ല. പക്ഷെ അവനെ കാണാൻ വേണ്ടി എനിക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കൊല്ലേണ്ടി വന്നാ കൊല്ലും. गोपाल को कुछ मत करो. नहीं मेम साहब, मैं जबान दे रहा हूँ, इसे कुछ नहीं होगा. मैं मरने के लिए तैयार हूँ और मारने के लिए भी. अगर कोई मेरे पास आए तो मैं इसका जान ले लूंगा. कोई कुछ मत करो. പറയ്, ഗിരി പെടുന്ന നിന്റെ കൂടെ അല്ലേ? ഇല്ല, അയാൾ എന്റെ കൂടെ ഇല്ല. നുണ പറയരുത്. സത്യം, നിന്നെ ചതിച്ചത് ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്താ. അതിന് 1.5 ലക്ഷം രൂപ അവൻ എനിക്ക് തന്നു. അതിനുശേഷം ഞങ്ങൾ നേരിൽ കണ്ടിട്ടില്ല. 2 പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. എവിടുന്ന് വിളിച്ചത്? ഒരിക്കൽ ബോംബെ നിന്നാന്ന് പറഞ്ഞു, പിന്നെ ഒരിക്കല് നാട്ടിൽ നിന്ന്. അത് നുണയാ. ഇതും പറയണ നുണ ചന്ദ്രേട്ടാ. അല്ല, സത്യ. ചീട്ടിൽ നിന്നെ ഞാൻ ചതിച്ചിട്ടുണ്ട്. അല്ലാതെ എന്നെ കൊല്ലാനോ നശിപ്പിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എനിക്കെന്താ അതിന്റെ ആവശ്യം? ഞാൻ വിശ്വസിക്കുന്നു. നാളെ നിനക്ക് അവനായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ?